പ്രശാന്തേട്ടാ, ഈ തൃശ്ശൂർ മേയർ വർഗീസ്, ഈ പുള്ളിക്കാരൻ സുരേഷ് ഗോപിയുടെ അടുത്ത ആളാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം സുരേഷ് ഗോപി വരുന്ന വേദികൾ, ഈ പുള്ളിക്കാരൻ സുരേഷ് ഗോപി ഒരുമിച്ച് വരുന്ന വേദികളെല്ലാം സുരേഷ് ഗോപി പുള്ളി അങ്ങ് പോയിട്ടു. ഈ ഇടയ്ക്ക് ഞാനൊരു വാർത്ത കാണാനിടയായത് പുള്ളിക്കാരനെ BJP പൊക്കും എന്നുള്ള രീതിയിലാണ്. പ്രശാന്തേട്ടൻ എന്താ തോന്നുന്നത്? ഈ പുള്ളിക്കാരനും ഈ സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം എന്ത് തരത്തിലുള്ള ബന്ധമാണ്? അത് ചാനൽ ചർച്ചകളിലൊക്കെ പല അവതാരകരും ചോദിക്കുമ്പോൾ ഈ BJPക്കാർ അതിനെ പ്രതിരോധിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം അതായത് മേയറും കേന്ദ്രമന്ത്രിയുമാണ് അവർ അത്തരത്തിലുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ, അവർ തമ്മിൽ വേറെ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അവർ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. വ്യത്യസ്ത രാഷ്ട്രീയമായിക്കോട്ടെ, അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം BJPയിലേക്ക് വരില്ല, അദ്ദേഹം BJP ആകാൻ തയ്യാറല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്താ തോന്നുന്നത് ചേട്ടന്? ഇപ്പം നിങ്ങൾ രണ്ട് സിനിമ നാടകം കണ്ടില്ലേ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞു. എന്നോട് ഇപ്പോൾ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ BJP ആക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇതിനകത്ത് ഇപ്പോഴും നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ദാനിഷ് CPM ആണ്, CPMൻ്റെ ഒരു മന്ത്രിയാണ്. ഞാനിപ്പം ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ പൊളിയുന്ന ഒരു രാഷ്ട്രീയവും ഒരു കാര്യങ്ങളും ഒക്കെയാണ്. വേറൊന്നുമില്ല, തൃശ്ശൂർ സുരേഷ് ഗോപി വളരെ പോപ്പുലറാണല്ലോ. സുരേഷ് ഗോപിയെ കണ്ടായപ്പം അത്യാവശ്യം എല്ലാവരും സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചു. സുരേഷ് ഗോപിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് എല്ലാവരെയും ചെന്ന് കാണുന്നതിൻ്റെ കൂടെ മേയറെ കണ്ടു. അപ്പോൾ മേയറായിട്ടിരിക്കുന്ന പുള്ളി പറഞ്ഞു നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ ഒരാൾ വീട്ടിലോട്ട് വരുവാ, നമുക്ക് ശത്രുവായിട്ടുള്ള സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് എന്താണ്, ജയിച്ചു വരട്ടെ എന്നല്ലേ പറയത്തുള്ളൂ. ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് എന്നിട്ട് വേറെ ആൾക്കാർക്കായിരിക്കും. എന്തുവായാലും അന്നേ തൊട്ട് വിവാദമായപ്പോൾ അവസാനം ഈ മേയർ പറയേണ്ടി വന്നത്, എനിക്ക് എൻ്റെ കാര്യം ചിലപ്പോൾ ഞാൻ നാളെക്കാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തീരുമാനം എടുക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. എന്തുവായാലും MK വർഗീസ് എന്ന് മേയർ കഴിഞ്ഞ പ്രാവശ്യം ആരുടെയും സഹായമില്ലാതെ ജയിച്ച ഒരു കൗൺസിലറാണ്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. ആ പഴയ കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. കാരണം കോൺഗ്രസിന് തൃപ്തിയുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലായിരുന്നത് കൊണ്ടായിരിക്കുമല്ലോ സീറ്റ് കൊടുക്കാത്തത്. അപ്പോൾ ജനങ്ങൾക്ക് തൃപ്തിയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം മത്സരിച്ച വാർഡിൽ നിന്ന് കൗൺസിലറായിട്ട് വന്നു. ഏതാണ്ട് അവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീറ്റ് നിലയെന്ന് പറഞ്ഞാൽ 24-6 എന്നുള്ള 55 സീറ്റാണ് എന്നുള്ള രീതിയിലാണ് വന്നത്. 24 UDF, 24 LDF, 6 BJP. അപ്പം BJP എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാൻ വയ്യാത്തൊരു സാധനമാണല്ലോ, ദൂരെ മാറ്റി നിർത്തേണ്ട സാധനം. കാരണം ഏറും തല്ലുമൊക്കെ അല്ലെങ്കിൽ ഭയങ്കര കുഴപ്പം. അപ്പം അവരെ കൂട്ടിക്കൊണ്ടൊരു ഭരണം UDFനും ഒക്കത്തില്ല, അവരെ കൂട്ടിക്കൊണ്ടൊരു ഭരണം LDF ഒക്കത്തില്ല. അപ്പോൾ ഈ സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ മാത്രമുണ്ട്. ആരാ? MK വർഗീസ്. കോൺഗ്രസ്സുകാർക്ക് വിളിക്കാനും വയ്യ. കോൺഗ്രസ്സുകാർ അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, എന്തായാലും നിങ്ങൾ എന്നെ അംഗീകരിച്ചൊന്നുമില്ലല്ലോ, എന്നെ ഇതുപോലെ തന്നെ CPMകാരും വിളിക്കുന്നുണ്ട്. ആ CPMൻ്റെ കൂടെ പോയി അദ്ദേഹം ആകപ്പാടെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയർമാനാവണം. കാരണം ഈ മുനിസിപ്പാലിറ്റി വളരെ പ്രയാസപ്പെട്ട് CPMന് കിട്ടാതിരിക്കുന്ന സാധനം. അപ്പം കിട്ടുന്നൊരവസരം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്, കിട്ടുന്നൊരവസരം വന്നപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ ചെയർമാനാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം പോകും. മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഇപ്പം നാളെ കാലത്ത് CPM പറയുക ഇന്ന പോലെയാണോ, എനിക്ക് പറ്റത്തില്ല, ഞാൻ UDFൻ്റെ കൂടെ പോകാമെങ്കിൽ അവർ അദ്ദേഹത്തെ ചെയർമാനാക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളെങ്കിലും 1000ൻ്റെ വിലയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് അപ്പുറത്ത് പോയാലും ചെയർമാൻ, അവിടുന്ന് ഇപ്പുറത്ത് വന്നാലും ചെയർമാൻ. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പം വന്നപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹം വലിയൊരു താരമായി. അതായത് താരമാക്കി. സുരേഷ് ഗോപി വന്നു, അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നു, അന്നേരവും പ്രശ്നം. അത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ CPI ഇടപെടുന്നു. CPM ഇൻഡയറക്റ്റായിട്ട് താക്കീത് കൊടുക്കും. ഡയറക്റ്റ് താക്കീതൊന്നും കൊടുത്തില്ല. ഡയറക്റ്റ് താക്കീത് കൊടുത്താൽ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ CPMൻ്റെ കാറ്റ് പോയല്ലോ. പറയാം പിന്നെ ഇയാളെ അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ പറ്റില്ല. പുറത്താക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആ കോർപ്പറേഷൻ്റെ ഭരണം പോകും. CPIക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പരിശോധിച്ചപ്പോൾ LDFൻ്റെ കൂടെ നിൽക്കുകയാണ്. CPIക്ക് 3 സീറ്റേ ഉള്ളൂ. പോയാലും വന്നാലും ഒന്നുമില്ല. നമ്മൾ ഈ വെളിയിൽ നിന്നുള്ള ഈ CPIയുടെ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ, സുനിൽകുമാറിൻ്റെ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ 24 അവരുടെ കയ്യിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്തുണ പിൻവലിക്കുന്നു. എടപ്പനാ പിന്തുണ പിൻവലിച്ചിട്ട് അല്ലേ, എന്തായിരുന്നിട്ടായി പിന്തുണ പിൻവലിക്കുന്നത്? CPM ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം ഇതാ. അവരുടെ കയ്യിലൊക്കെ ഒന്നുമില്ല. CPMൻ്റെ സഹായത്തോടു കൂടി ജയിക്കുക. പിന്നെ തോറ്റത് അവിടുത്തെ ജനങ്ങൾക്ക് സുനിൽകുമാറിനെക്കാട്ടി ഇഷ്ടം സുരേഷ് ഗോപിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തോറ്റ്. മാത്രവുമല്ല ഇലക്ഷന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച് MP ആയതിനു ശേഷം തൃശ്ശൂർ ചലനം വളരെ വ്യത്യസ്തമായിട്ടുള്ള ചലനമാണ്. അവിടെ ജാതിമത ഭേദമന്യേ ഒരു കൂട്ടായ്മ വരെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ആ ഉത്സവ കമ്മിറ്റികൾ വരെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് പള്ളി കമ്മിറ്റികളിലും അത്യാവശ്യം കാര്യങ്ങൾക്കകത്തൊക്കെ എന്ന് വെച്ചാൽ അകത്തല്ല, ഉത്സവ പരിപാടി. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇത്രയും
ക്രിസ്ത്യാനിയൊക്കെ ഉള്ളൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രബുദ്ധമായ ഒരു മണ്ഡലം എന്ന് വെച്ചാൽ പറ്റിച്ച് വോട്ട് മേടിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു മണ്ഡലമൊന്നുമല്ല. അത്യാവശ്യം മൊത്തം പ്രദേശത്തെ ആൾക്കാർക്ക് നല്ല വിവരമുള്ള ഒരു നിയോജകമണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ജയിക്കുകയും ബി ജെ പി വ്യക്തമായ സ്വാധീനം പുലർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പം ഈ ഒരു മണ്ഡലത്തിലാണ് കൃത്യമായ സ്വാധീനം, അത് കൃത്യമായ സ്വാധീനം ബി ജെ പി പുലർത്തുന്നു എന്ന് ബാക്കി പാർട്ടിക്കാർക്ക് ബോധ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭയങ്കര പൊല്ലാപ്പ് അവിടെ നടക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് അന്ന് തുടങ്ങിയാണ് ഇന്ന് വരെ തീർന്നില്ല. അടിയോടടി DCC പ്രസിഡന്റ് അവിടുത്തെ ആളിനെ തീരുമാനിക്കാൻ പറ്റത്തില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ അടിയുടെ കുംഭപ്പരണി ഉണ്ടാക്കിയിട്ടാണ് മുരളീധരൻ അവിടെ നിന്ന് ചാടി പോകുന്നത്. കുംഭപ്പരണിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിന് സെറ്റപ്പ് അടിച്ച് കിടക്കുക. ഇപ്പം ശ്രീകണ്ഠനെയാണ് അവിടെ MP ശ്രീകണ്ഠനെയാണ് പാലക്കാട്. ഇപ്പം ഇതിന് ശേഷം കോൺഗ്രസ് അവിടെ കളിക്കാൻ തുടങ്ങി. ശ്രീകണ്ഠൻ പറഞ്ഞിരിക്കുന്നത് MK വർഗീസിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നാൽ എന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം പാസ്സായ മേയറെ പുറത്താക്കാൻ പറ്റും. അവിശ്വാസ പ്രമേയം പാസ്സാവണമെങ്കിൽ ആരെന്ത് ചെയ്യണം? ഈ 3 പേരെ അങ്ങോട്ട് മാറ്റി വോട്ട് ചെയ്യണം. CPI ആ 3 പേര് അങ്ങോട്ട് മാറ്റി വോട്ട് ചെയ്യുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവരുന്നത്. എന്തുവായാലും MK വർഗീസിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിനകത്ത് BJP വോട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പം അങ്ങനെ വരുമെങ്കിൽ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ആവുമല്ലോ, ഇടതുപക്ഷത്തിനകത്തൊരു പ്രശ്നങ്ങളാവുമല്ലോ, ഭിന്നത വരും. അപ്പോൾ അതൊരു രാഷ്ട്രീയമാക്കാൻ വേണ്ടിയാണ് ശ്രീകണ്ഠൻ ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. എന്തുവായാലും ഒരു കാര്യം രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന നമുക്ക് മനസ്സിലാവും, അടുത്ത പ്രാവശ്യത്തെ BJPയുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 7 10 എനിക്ക് കൃത്യം അറിയത്തില്ല, 10 നിയമസഭാ മണ്ഡലങ്ങൾ 7 നിയമസഭ ചിലടത്ത് 10 വരുന്നുണ്ട്. 7 നിയമസഭാ മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന ഒരിടത്ത് ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും BJPയുടെ കാൻഡിഡേറ്റാക്കി ഉറപ്പായിട്ടും. അദ്ദേഹം നിങ്ങൾ നോക്കിയോ, MK വർഗീസ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനകത്ത് ആരോടും ബാധ്യമില്ല, കുറ്റം പറയാനൊന്നുമില്ല, അദ്ദേഹത്തിന് ആരോടും ബാധ്യമില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് അക്കോമഡേഷൻ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ച് അദ്ദേഹം സ്വതന്ത്രമായിട്ട് തന്നെ CPM-ലൊന്നും പോയിട്ടില്ല, സ്വതന്ത്രമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തെ ആവശ്യമുണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ ചെയർമാനാക്കിയിരിക്കുകയാണ്. ഇപ്പം ഈ CPI-കാരനും ഈ കോൺഗ്രസ്സുകാരനും എല്ലാം കൂടെ അയാളെ BJP ആക്കും, മാധ്യമം കൂടെ അയാളെ BJP ആയിട്ട് മുദ്രവെത്തും. അദ്ദേഹം അവസാനം BJP ആവും, അവിടുന്ന് അദ്ദേഹം MLA ആവും. കാരണം ഇതുവരെ നിന്നതുപോലെയുള്ള ഏറ്റവും സേഫായിട്ട് BJP കാൻഡിഡേറ്റ്സിന് ജയിച്ചു വരാൻ പറ്റുന്ന ഒരു നിയമസഭാ മണ്ഡലങ്ങളായിട്ട് തൃശ്ശൂരെ നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ കാലത്തെ ഉരുത്തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തൃശ്ശൂരിൽ നിന്നുള്ള അടുത്ത ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് MK വർഗീസ് വന്നിരിക്കും. ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ഇനി അതിൻ്റെ പുറകെ നടന്ന് വരുമോ നാളെ കാലത്ത് നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് വന്നില്ലെങ്കിൽ പോലും അടുത്ത തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിക്കാൻ സാധ്യതയുണ്ടെന്ന്. തൃശ്ശൂരിന്റെ മേയർ ആവാനൊക്കെ സംവരണ അടിസ്ഥാനത്തിൽ വരുമ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നെങ്കിൽ വനിതയ്ക്കോ അല്ലെങ്കിൽ ഹരിജൻ വനിതയ്ക്കോ ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് മേയർ ആവാൻ പറ്റത്തില്ല, ജനറൽ സീറ്റ് ആയിരിക്കും, ജനറൽ സീറ്റാണെങ്കിൽ മേയർ ആവാൻ പറ്റത്തില്ല. അടുത്ത പ്രാവശ്യം അദ്ദേഹം അതേ രീതിയിലല്ല വരാൻ പോകുന്നത്. അദ്ദേഹം അവിടുത്തെ അറിയപ്പെടുന്ന ഒരു മേയർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു കക്ഷിയായിട്ട് മാറും. അല്ലെങ്കിൽ ഇവരെ അറിയിച്ചോളും. അല്ലെങ്കിൽ സുരേഷ് ഇപ്പം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേരളം മൊത്തം അറിയാം. ഒരു മേയറെ കേരളം MK വർഗീസിനെ കേരളം മൊത്തം തൃശ്ശൂർ ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല. മാത്രമല്ല അദ്ദേഹം അവിടെ അറിയപ്പെടുന്ന ഒരു കക്ഷി തന്നെയാണ്. BJP ചായ്വ് വരുന്ന സമയത്ത് BJP-കാരൻ അല്ലെങ്കിൽ പോലും ഈ മാധ്യമങ്ങൾ പ്രൊമോഷൻ കൊടുത്ത് BJP ആക്കി. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാവുന്ന മാക്സിമം പ്രൊമോഷൻ കൊടുത്ത് സുരേഷ് ഗോപി അവിടെ ജയിപ്പിച്ചു. മാക്സിമം അദ്ദേഹത്തിന് പുറകെ നടന്ന് ഉപദ്രവിച്ച ആൾക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തെ മാക്സിമം ഇല്ലായ്മയാക്കാൻ സുരേഷ് ഗോപി എന്നെ പറയുകയും ചെയ്തല്ലോ, അതായത് ഞാൻ എവിടെയെങ്കിലും ചെന്നൊന്ന് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി, ഞാനെന്ത് കെട്ടിപ്പിടിച്ചാൽ മതി, അവന് വീട് ആവശ്യം പോലെ ആൾക്കാർ വരും, എന്താ പ്രശ്നം ചോദിക്കും, വീട് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെ MK വർഗീസിനെ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ഈ BJP ആക്കുകയും നാളെ കാലത്ത് MLA ആക്കുകയൊക്കെ ചെയ്യും. അത് മാധ്യമങ്ങളോട് അദ്ദേഹം നന്ദിയുള്ളവനായിരിക്കണം, സുരേഷ് ഗോപിയോടുള്ളതിനെക്കാട്ടി കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണം. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. ഈ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ പോലെ ഈ ഒരു കാര്യം കൂടെ പറയുന്നു. അടുത്ത 2026 നിയമസഭാ സ്ഥാനാർത്ഥി BJPയുടെ MK വർഗീസ് ആയിരിക്കും. ഏതാണ്ട് തൃശ്ശൂർ ഏതെങ്കിലും ഒരു നിയമസഭ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ള നിയമസഭ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കും. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് MLA ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ ഒരു നിരീക്ഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.